ബോക്സ് ഓഫീസിൽ 2 ആഴ്ച പൂർത്തിയാക്കിയ ദുരന്തർ 450 കോടി രൂപ നേടി കുതിപ്പ് തുടരുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിലെ നായിക കാസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളിൽ പ്രതികരണവുമായി കാസ്റ്റിംഗ് ഡയറക്ടർ മുകേഷ് ചബ്ര. രൺവീർ സിംഗിന്റെ പുതിയ സ്പൈ ത്രില്ലർ ചിത്രമായ ദുരന്തർ ഇന്ത്യയിലെ പ്രേക്ഷകർ ഏറ്റെടുത്തതാണ്. ബോക്സ് ഓഫീസിൽ 2 ആഴ്ച പൂർത്തിയാക്കിയ ദുരന്തർ 450 കോടി രൂപ കളക്ഷൻ കടന്നിരിക്കുകയാണ്. ആദിത്യ സംവിധാനം ചെയ്ത ദുരന്തർ ഡിസംബർ 5-നാണ് തിയേറ്ററുകളിലെത്തിയത്. പാകിസ്ഥാനിലെ ഓപ്പറേഷൻ ലിയാരിയിൽ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ പങ്കാളിത്തം സംബന്ധിച്ച സംഭവങ്ങളെയാണ് സിനിമ പ്രചോദനമായത്. രൺവീർ സിംഗിനൊപ്പം സഞ്ജയ് ദത്ത, അക്ഷയ് ഖന്ന, ആർ മാധവൻ, അർജുൻ രാംപാൽ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലുണ്ട്. ജ്യോതി ദേശ്പാണ്ഡെയുടെ ജിയോ സ്റ്റുഡിയോസും ആദിത്യ ലോകേഷ് ധറിന്റെ B6 സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2026 മാർച്ച് 19-ന് ചിത്രത്തിന്റെ 2ാം ഭാഗം റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു. അതേസമയം രൺവീർ സിംഗിന്റെ നായികയായി സാറ അർജുൻ എത്തിയതിനെതിരെ പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടി നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ കഥാപാത്രത്തിന് 20 മുതൽ 21 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ വേണ്ടിയിരുന്നതിനാലാണ് ഈ കാസ്റ്റിംഗ് തിരഞ്ഞെടുത്തതെന്ന് മുകേഷ് ചബ്ര വ്യക്തമാക്കി. 26 മുതൽ 27 വയസ്സ് പ്രായമുള്ള മികച്ച അഭിനേതാക്കൾ ഇല്ലാത്തതുകൊണ്ടല്ല ഈ പ്രായവ്യത്യാസം സിനിമയിൽ ആവശ്യമായിരുന്നു. എല്ലാവരോടും വിശദീകരിക്കാൻ കഴിയില്ല. സിനിമയുടെ 2ാം ഭാഗത്തിൽ ഈ കാസ്റ്റിംഗിന്റെ കാരണം വിമർശകർക്ക് വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.